ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ ഇൻ്റഗ്രേഷൻ്റെ ഇംഗ്ലീഷ് മീഡിയം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഡേ 1. ഔസേപ്പിൻ്റെ ചായക്കട. ഋഷിയും കൺമണിയും ഔസേപ്പ് ചേട്ടൻ്റെ ചായക്കടയിൽ കയറി. അവർ തമ്മിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർത്തിയാക്കൂ. ഋഷിയും കൺമണിയും. ഋഷി: ചേട്ടാ, വല്ലാത്ത വിശപ്പ്, എന്താ കഴിക്കാനുള്ളത്? അപ്പോൾ ഔസേപ്പ് എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ബോണ്ട, അല്ലെങ്കിൽ വെള്ളപ്പം, നൂലപ്പം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. രാവിലെ തന്നെ നിങ്ങൾ എങ്ങോട്ടാ? കൺമണി: എങ്ങോട്ടാണ് അവർ പോകുന്നത് എന്ന രീതിയിൽ പറയണം. ആരെ കാണാനാ പോകുന്നത്? അപ്പം അത് പറയും. ഔസേപ്പ്: അതാരാ? കൺമണി. അതിൻ്റെ ഉത്തരം പറയണം. ഇത് എഴുതാനുള്ള ആവശ്യമായ ഇൻസ്ട്രക്ഷൻസ് ടീച്ചർക്ക് കിട്ടുന്ന പേപ്പറിലാണ് ഉണ്ടാവുക. അപ്പോൾ അത് ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്നിട്ട് ആ കഥ വായിച്ച് കേട്ടിട്ട് ഇതിൻ്റെ ഉത്തരം എഴുതിയാൽ മതി കേട്ടോ. ടീച്ചർ ഒരു കഥ പോലെ പറഞ്ഞു തരും. ആ കഥയിലുണ്ടാവും ഇവരെങ്ങോട്ടാണ് പോകുന്നത്, ഇവരെന്താ കഴിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ കഥയിലുണ്ടാവും. ആ കഥ കേട്ട ശേഷം ഇതിൻ്റെ ഉത്തരം എഴുതിയാൽ മതി. Worksheet 2, Total Cost. Rishi and Kanmani had tea and snacks from Ausep Chetan's tea shop. How much did each of them spend? അപ്പോൾ അവർ ടീയും സ്നാക്സും ഔസേപ്പ് ചേട്ടൻ്റെ കടയിൽ നിന്ന് കഴിച്ചു. അവർക്ക് എത്രയാണ് രൂപയായതെന്നാണ്. ഋഷി 5 രൂപേൻ്റെ ടീയും 6 രൂപേൻ്റെ സ്നാക്കും കഴിച്ചു. കൺമണി 5 രൂപേൻ്റെ ടീയും 3 രൂപയ്ക്ക് സ്നാക്സും കഴിച്ചു. അപ്പോൾ ടോട്ടൽ എത്രയായെന്ന് ഇവിടെ കൂട്ടി എഴുതണം. 5, 6, 11, 5, 3, 8. ഫൈൻഡ് ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ബൈ ബോത്ത് ഓഫ് ദം. 2 പേർക്കും കൂടി എത്രയായി? അപ്പോൾ ഈ കിട്ടിയ 8ഉം ഈ കിട്ടിയ 11ഉം തമ്മിൽ നമ്മൾ ഇവിടെ കൂട്ടി എഴുതണം. ദേ ഗേവ് RS 20 ടു ഔസേപ്പ് ചേട്ടൻ. ഹൗ മച്ച് മണി വിൽ ദേ ഗെറ്റ് ബാക്ക്? അവർ 20 രൂപ കൊടുത്തു. അപ്പോൾ തിരിച്ച് അവർക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും? അപ്പോൾ 11ഉം 8ഉം 19 അല്ലേ? അപ്പോൾ എത്ര ബാക്കി കിട്ടിയിട്ടുണ്ടാകും? 20 കുറയ്ക്കണം. മൈനസ് പഠിച്ചിട്ടില്ലേ? 20 മൈനസ് 20 മൈനസ് 19. അപ്പോൾ 1 റുപ്പിയാണ് അവർക്ക് ബാക്കി ബാലൻസ് കിട്ടിയിട്ടുണ്ടാവുക. അടുത്തത് വർക്ക്ഷീറ്റ് 3. എത്ര വാഹനങ്ങൾ? കൺമണി പറഞ്ഞ വാഹനങ്ങളുടെ പേര് താഴെ കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് ഈ വാഹനങ്ങളെല്ലാം പരിചയമില്ലേ? കാറ്, ഓട്ടോറിക്ഷ, തോണി, ആംബുലൻസ്, തീവണ്ടി, വിമാനം, സൈക്കിൾ, കപ്പൽ, ലോറി, ജീപ്പ്, ബോട്ട്, ഹെലികോപ്റ്റർ. വാഹനങ്ങളെ തരം തിരിച്ചെഴുതൂ. എങ്ങനെ എഴുതാം? കരയിലൂടെ സഞ്ചരിക്കുന്നവ, വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നവ, വായുവിലൂടെ സഞ്ചരിക്കുന്നവ. തന്നിരിക്കുവയിൽ നിന്നും ചക്രങ്ങളില്ലാത്ത 2 വാഹനങ്ങളുടെ പേര് എഴുതൂ. ചക്രങ്ങളില്ലാത്തത് ഏതാണ്? നോക്കിക്കേ. തോണിക്ക് ചക്രങ്ങളുണ്ടോ? ഇല്ല. ഹെലികോപ്റ്ററിന് ചക്രങ്ങളുണ്ടോ? ഇല്ല. പച്ചക്കറിത്തോട്ടം. തന്നിരിക്കുന്ന ചിത്രം നിറം നൽകി മനോഹരമാക്കൂ. യോജിച്ച വാക്യങ്ങൾ എഴുതൂ. അപ്പോൾ ഇത് ചിത്രം മനോഹരമായി കളർ ചെയ്യുക. ഇതൊരു പച്ചക്കറിത്തോട്ടമാണ് അല്ലേ? ആരാണ് കൃഷിക്കാരൻ? പച്ചക്കറി നനയ്ക്കുന്നു. ഒരു ചേച്ചിയുണ്ട് അല്ലേ? അപ്പോൾ അവർ പച്ചക്കറികൾ നനയ്ക്കുകയാണ്. വാഴയിൽ കുലയുണ്ടായിട്ടുണ്ട്. പച്ചക്കറി വള്ളികളുണ്ട്, വാഴയുണ്ട്, മത്തനുണ്ട്, വെള്ളരിയുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട് അല്ലേ? നിങ്ങൾക്കറിയാവുന്ന വാക്യങ്ങൾ എഴുതാം. അവസാന പ്രവർത്തനം. ഞാൻ ആരെന്ന് പറയാമോ? സുബ്ബു കരടി പറഞ്ഞ സൂചനകൾ വായിക്കൂ. ഇതൊരു പച്ചക്കറിയാണ്. കണ്ടാൽ പാറ പോലെയാണ്. മണ്ണിനടിയിൽ വളരും. പുറംഭാഗം മുള്ളുകൾ പോലെയാണ്. പഴുത്താൽ നല്ല മണം. നിറയെ വിത്തുകളുണ്ട്. പച്ചയ്ക്കും പഴുത്തതും തിന്നാം. ചക്കയാണല്ലേ? ഇത് പാറ പോലെയുള്ള പച്ചക്കറി മണ്ണിനടിയിൽ വളരുന്നത് ഏതാണ്? ചേന. ഇനി മരത്തിലാണ് ഉണ്ടാകുന്നത്. കായ നീണ്ട വടി പോലെയാണ്. ഇലയും പൂവും കായും ആഹാരമായി ഉപയോഗിക്കാം. മുരിങ്ങ. ഈ പച്ചക്കറിയുടെ സവിശേഷത എഴുതൂ. ഇതേപോലെ ക്യാരറ്റിനെ കുറിച്ച് എഴുതുകയാണ് വേണ്ടത്. എങ്ങനെയാണ്? എനിക്ക് ഓറഞ്ച് നിറമാണ്. മുയലിൻ്റെ ഇഷ്ടഭക്ഷണമാണ് അല്ലേ? സാലഡായിട്ട് കഴിക്കുന്നു. പറയുമ്പോൾ തന്നെ കിട്ടും. മുയലിൻ്റെ ഇഷ്ടഭക്ഷണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ക്യാരറ്റാണെന്ന് മനസ്സിലാവും.
അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാക്സിമം ഷെയർ ചെയ്യുക, സ്റ്റാറ്റസ് വെക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.